ശിവഗീത 4-ാം അധ്യായത്തിലെ അടുത്ത ചില ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം രാമൻ അഭിഷേകം ചെയ്യാൻ തയ്യാറായി. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ആ പൂജയുടെ ആരംഭത്തെക്കുറിച്ചിട്ട്, വിരാജദീക്ഷയുടെ ആരംഭത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂതൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അഭിഷിത്യ ജലൈ പുണ്യ ഗൗതമീ സിന്ധു സംഭവൈ അർച്ചയിത്വ വന്യപുഷ്പൈസ്തുത് വന്യഫലൈരവി. ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ ശിവലിംഗം രാമൻ യഥാവിധി പ്രതിഷ്ഠിച്ചതിന് ശേഷം ജലം കൊണ്ട്, എങ്ങനെയുള്ള ജലം? പുണ്യ ഗൗതമി സിന്ധുവിൽ നിന്ന്, പുണ്യ നദിയായ ഗൗതമി നദിയിൽ നിന്ന് എടുത്ത ജലം കൊണ്ട് രാമൻ ആ ശിവലിംഗത്തെ അഭിഷേകം ചെയ്തു. അതിനുശേഷം അർച്ചയിത്വ വന്യപുഷ്പൈസ്തുത, വന്യപുഷ്പങ്ങളെ കൊണ്ട്, കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്തു. അതേപോലെ തന്നെ കാട്ടിലെ കനികൾ, ഫലങ്ങളെടുത്ത് ആ ശിവലിംഗത്തിൽ അർപ്പിച്ചു. അപ്പോൾ ശിവലിംഗത്തെ കാട്ടുപുഷ്പങ്ങളെ കൊണ്ടും കാട്ടുകനികളെ കൊണ്ടും നിവേദ്യമർപ്പിച്ചിട്ടാണ് ശ്രീരാമൻ പൂജ ചെയ്തത്. എങ്ങനെയാണെന്ന് നോക്കൂ. ഭസ്മച്ഛന്നോ ഭസ്മശായി വ്യക്രചർമാസനേ സ്ഥിതഃ നാനാം സഹസ്രം പ്രജാപത്നത്വം ദിവമന്യുധി. എങ്ങനെയാന്ന് നോക്കൂ. ഭസ്മലേപനത്തോടുകൂടി ശരീരം മുഴുവൻ അലങ്കരിച്ചു. അപ്പോൾ ശരീരം നിറയെ ഭസ്മങ്ങൾ പൂശിയിട്ടാണ് വ്യാഘ്രചർമ്മത്തിൽ ഉപവിഷ്ടനായിട്ട് ദിനരാത്രം മുഴുവൻ 1000 ശിവനാമ മന്ത്രങ്ങൾ ഉരുവിട്ട് മനസ്സിനെ ശിവങ്കൽ സമർപ്പിച്ചിട്ടാണ് ഈ പൂജ ചെയ്തത്. അപ്പോൾ ശിവനെ പൂജിക്കാനുള്ള ആ ആദ്യ വിധികളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ശരീരം മുഴുവനും ഭസ്മലേപനം ചെയ്ത് അലങ്കരിച്ച് വ്യാഘ്രചർമ്മത്തിൽ ഉപവിഷ്ടനായി ദിനരാത്രം മുഴുവനും 1000 ശിവനാമങ്ങൾ ഉരുവിട്ട് മനസ്സിനെ ശിവങ്കൽ അർപ്പിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ ഈ പൂജ, ഈ ഹോമം ആരംഭിച്ചത്. അപ്പോൾ ഒരു പൂജാ വിധാനത്തിൻ്റെ ആദ്യ പടികളെക്കുറിച്ചിട്ടാണ് ഇവിടെ ഈ കവിതയിൽ സൂതമുനി രാമൻ ചെയ്ത പൂജാവിധാനത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കുക, അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഇങ്ങനെയാണ്: ഹാവിങ് ബാത്ത്ഡ് ദ ലിംഗ വിത്ത് ദ സേക്രഡ് വാട്ടേഴ്സ് ഫ്രോൺ ഫ്രം ദ റിവർ നെയ്മഡ് ഗൗതമി, ഹാവിങ് വർഷിപ്ഡ് ഹിം വിത്ത് വൈൽഡ് ഫ്ലവേഴ്സ് ആൻഡ് വിത്ത് ഫോറസ്റ്റ് ഫ്രൂട്ട്സ് ഇൻ എ മാനർ സിമിലർലി enveloped with ash, resting on ash, sitting on a seat made of tiger skin, with a mind on the no other, night and day he recited the 1000 names of Shiva. ശിവൻ്റെ 1000 നാമങ്ങൾ എങ്ങനെയാണ് പൂജിച്ചത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാനും ഇതേപോലെ തന്നെ ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി 1000 ശിവനാമങ്ങൾ പൂജിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. അത് വളരെ രസകരമായ സംഭവമാണ്. അത് താമരപ്പൂക്കളെ കൊണ്ടാണ് വിഷ്ണു ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി പൂജ നടത്തി. ഇതേ പൂജ തന്നെ
1000 നാമങ്ങൾ ഉച്ചരിച്ചു. അങ്ങനെ താമരപ്പൂക്കൾ കൊണ്ടാണ് അർച്ചിച്ചത്. അതിൽ പക്ഷേ നിർഭാഗ്യവശാൽ 999 താമരപ്പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. 1000ാമത്തെ നാമം ഉച്ചരിക്കേണ്ട സമയത്ത് ആ പൂവ് ഉണ്ടായിരുന്നില്ല, താമരപ്പൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹം താമരപ്പൂവിന് പകരം താമരപ്പൂ പോലെ പ്രശോഭിക്കുന്ന തൻ്റെ ഒരു കണ്ണെടുത്തിട്ട് ശിവന് അർപ്പിച്ചു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു, വേണ്ട വരം നൽകി എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ്ട് അതിന് സമാനമായ ഒരു ഹോമമാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ നടത്തുന്നത്. ഈ വിരജാഹോമത്തിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഏകാഗ്രവും തീവ്രവുമായ ഒരു തപസ് രാമൻ അനുഷ്ഠിക്കുകയാണ്. ഇനി അടുത്ത ചില ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഹൃദയത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചത് എന്ന് വിവരിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം കാണാം.